ഇന്ന് നമുക്ക് രണ്ടുപേരുടെ വീഡിയോ കാണാനുണ്ട്. ആദ്യത്തെ ആളുടെ പേര് നമ്മുടെ ആകാശു, പച്ചക്കുതിരയിലുള്ള ദിലീപില്ലേ, അദ്ദേഹത്തിനെ പോലുള്ള ഒരാളുണ്ടല്ലോ, രാഷ്ട്രീയ നിരീക്ഷകൻ എന്ന് പറയുന്ന ഒരു ചാണക സംഘി ശ്രീജിത്ത് പണിക്കർ. നമുക്ക് എളുപ്പത്തിന് വേണ്ടി ആകാശു, പച്ചക്കുതിരയിലുള്ള ആകാശു എന്ന് വിളിക്കാം. അപ്പൊ ആകാശുവിന്റെ വീഡിയോ കാണാനുണ്ട്. അത് കണ്ടതിന് ശേഷം നമുക്ക് കാളിമേടയിലുള്ള ഉണ്ണിയുടെ വീഡിയോ കൂടി കാണാനുണ്ട്. ഇവര് രണ്ടുപേരും ചെയ്ത വീഡിയോയുടെ ടോപ്പിക് ഏകദേശം ഒരേപോലെ തന്നെയാണ്. ഇന്ത്യ പാക് യുദ്ധം വേണ്ട എന്ന് പറയുന്ന എല്ലാവരും രാജ്യദ്രോഹികളാണെന്നാണ് ഈ രണ്ട് ഊളകൾ പറഞ്ഞുകൊണ്ട് വരുന്നത്. അപ്പൊ നമുക്ക് എന്തായാലും ഇവർക്ക് കുറച്ച് മറുപടി കൊടുക്കാനുണ്ട്. എന്തായാലും നമുക്ക് ഫസ്റ്റ് ആകാശിന്റെ വീട് തന്നെ കണ്ടു തുടങ്ങാം. എല്ലാവർക്കും നമസ്കാരം. നമസ്കാരം. ഇവിടെ കിട്ടെ. ഇവനെ കാണുമ്പോൾ എനിക്ക് മാത്രമാണോ പച്ചക്കുതിരയിലുള്ള ദിലീപിനെ പോലെ തോന്നുന്നത്? നിങ്ങൾക്ക് അങ്ങനെ തോന്നുന്നുണ്ട് തീർച്ചയായിട്ടും കമന്റ് ചെയ്തേക്കാം. അപ്പൊ ആകാശു ഇട്ട ഒരു പോസ്റ്റ് ഞാൻ കാണിച്ചു തരാം. ഇന്നലെ ഇട്ട പോസ്റ്റാണിത്. ഇത് വായിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ചിരി വരുന്നുണ്ടാവും. ഇന്ത്യ കറാച്ചി പോർട്ട് ആക്രമിച്ചു എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ മൊണ്ണ ഇങ്ങനത്തെ പോസ്റ്റ് ഇട്ടിരിക്കുന്നത്. ഫേക്ക് ന്യൂസ് ആണിത്. ഞാൻ ഈ വീഡിയോ ചെയ്യുന്ന സമയം വരെ ഇന്ത്യ കറാച്ചി പോർട്ട് ആക്രമിച്ചിട്ടില്ല. ഇനി ഒരു പക്ഷെ ആക്രമിക്കോ എന്ന് എനിക്ക് പറയാനും പറ്റൂല. പക്ഷെ ഇതേപോലെയുള്ള ഫേക്ക് ന്യൂസ് വിടുന്ന ഇതേപോലെയുള്ള മൊണ്ണകളായിട്ടുള്ള ആകാശമാരെ പോലുള്ള ആളുകളോട് എനിക്ക് പറയാനുള്ളത്, ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കരുത്. അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് 19,000 ലൈക്ക് ഉണ്ട് ഈ പോസ്റ്റിന്. എടാ, ആകാശിനെ പോലെയുള്ള ചാണകമായിട്ടുള്ള ആളുകൾ ഇടുന്ന പോസ്റ്റ് ഒക്കെ ലൈക്ക് അടിക്കുന്നതിന് മുൻപ് ഒന്ന് ചിന്തിച്ച് നോക്കുക. ഇവനൊക്കെ ചാണകത്തിന്ന് വളർന്നതിനെ കൊണ്ട് തന്നെ ഇല്ലാത്ത ന്യൂസൊക്കെ നിങ്ങളുടെ മുൻപിലോട്ട് എത്തിക്കും. അതൊക്കെ ഒന്ന് ചിന്തിച്ചുകൊണ്ട് ലൈക്ക് അടിക്കാൻ വേണ്ടി ശ്രമിക്കുക. ഈ 19,000 പേരും മൊണ്ണകളായില്ലേ. അപ്പൊ ആകാശിനോട് എനിക്ക് പറയാനുള്ളത്, സത്യസന്ധമായിട്ടുള്ള ന്യൂസ് ജനങ്ങളിലോട്ട് എത്തിക്കാൻ വേണ്ടി ശ്രമിക്കുക. നീ ഇടുന്ന പോസ്റ്റിന് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ റീച്ച് ഉണ്ട്. അതിന്റെ ഇടയ്ക്ക് ഫേക്ക് പോലത്തെ ന്യൂസൊക്കെ കുത്തിക്കയറ്റുമ്പോൾ നീയൊക്കെ ഒരു ചാണകമാണെന്ന് നമ്മളെപ്പോലുള്ള ആളുകൾ പറയും. അതൊക്കെ ഒന്ന് ചിന്തിച്ചിട്ട് പോസ്റ്റ് ഇടാൻ വേണ്ടി ശ്രമിക്കുക. എന്തായാലും നമുക്ക് ആകാശിന്റെ വീഡിയോയുടെ കുറച്ച് ഭാഗം ഒന്ന് കണ്ടുനോക്കാം. പാകിസ്ഥാൻ എന്ന ശത്രു രാജ്യത്തിനോട് വലിയ മമതയുള്ള കുറേയധികം ആൾക്കാർ നമ്മുടെ നാട്ടിലുണ്ട് എന്നത് ഒരു വാസ്തവമാണ്. അപ്പൊ ആകാശ് പറഞ്ഞുകൊണ്ട് വന്നത്, നമ്മുടെ നാട്ടിൽ പാകിസ്ഥാൻ അനുകൂലിക്കുന്ന ആളുകൾ ഈ ഒരു സമയത്ത് കൂടുതലായിട്ടുണ്ട് എന്നാണ് പറഞ്ഞുകൊണ്ട് വന്നത്. അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് ചെയ്യാൻ പാടില്ല. കാരണം നമ്മൾ പാകിസ്ഥാനായിട്ട് യുദ്ധം ചെയ്യുമ്പോൾ നമ്മൾ ഒരിക്കലും പാകിസ്ഥാനെ അംഗീകരിക്കാൻ പാടില്ല. കാരണം നമ്മൾ ഇന്ത്യയിലാണ് ജീവിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ ഒരിക്കലും പാകിസ്ഥാനെ സപ്പോർട്ട് ചെയ്യാൻ പാടില്ല. നമ്മൾ ഇന്ത്യയിലാണ്, ഇന്ത്യക്കാരാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഫുൾ സപ്പോർട്ട് ഇന്ത്യക്കാണ് കൊടുക്കേണ്ടത്. അതേ സ്ഥാനത്ത് മറ്റേതെങ്കിലും രാജ്യവും തമ്മിൽ യുദ്ധം ചെയ്യുമ്പോൾ നിങ്ങളുടെ വ്യക്തിപരമായിട്ടുള്ള തീരുമാനമാണ് ആര് സപ്പോർട്ട് ചെയ്യണം എന്നുള്ളത്. ഇന്ത്യ പാക് യുദ്ധം നടക്കുന്ന സമയത്ത് ഒരിക്കലും പാകിസ്ഥാൻ ആര് സപ്പോർട്ട് ചെയ്യാൻ പാടില്ല. മനസ്സിലായോ? ഇപ്പോൾ ഇന്ത്യ പാക് സംഘർഷം നിലനിൽക്കുന്ന സാഹചര്യത്തിൽ ഒരു യുദ്ധം ഉണ്ടാകരുത് എന്നും സമൂഹ മാധ്യമങ്ങളിലടക്കം യുദ്ധകൊതിയന്മാരായിട്ടുള്ള കുറെ ആൾക്കാർ യുദ്ധത്തിന് വേണ്ടി മുറവിളി കൂട്ടുന്നേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ദേശസ്നേഹികളായിട്ടുള്ള സാധാരണക്കാരെ പുച്ഛിക്കുകയും അവർ ചെയ്യുന്നത് എന്തോ വലിയ മഹാപരാധമാണ് എന്നൊക്കെ വരുത്തി തീർക്കുകയും ചെയ്യാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. നമ്മുടെ ആകാശു പറഞ്ഞുകൊണ്ട് വന്നത് എന്താണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. യുദ്ധം ചെയ്യണം എന്ന് വിചാരിക്കുന്ന ആളുകളെ യുദ്ധം ചെയ്യണ്ട എന്ന് വിചാരിക്കുന്ന ആളുകൾ പുച്ഛിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് ആകാശു പറഞ്ഞുകൊണ്ട് വന്നത്. ആകാശു, നിന്നോട് എനിക്ക് ചോദിക്കാനുള്ളത്, ഈ യുദ്ധം ചെയ്യണ്ട എന്ന് പറയുന്ന ആളുകൾ എന്തുകൊണ്ട് അങ്ങനെ പറയുന്നു എന്ന് പോലും നിന്നെ പോലുള്ള ചാണകങ്ങൾക്ക് ചിന്തിക്കാൻ പറ്റുന്നില്ലല്ലോ. എന്തുകൊണ്ടാണ് അവര് അങ്ങനെ പറയുന്നത്? ഞാൻ നിങ്ങൾക്കിപ്പോ ഡോളറിന്റെ മൂല്യമാണ് ഇപ്പോൾ കാണിച്ചു തരുന്നത്. എന്തുകൊണ്ടാണ് ഡോളറിന്റെ മൂല്യം കൂടുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ രാജ്യം യുദ്ധം ചെയ്യുന്നത് നമ്മുടെ രാജ്യത്തിന്റെ എക്കണോമിക്ക് ബാധിക്കുന്നുണ്ട്. അതൊക്കെ ചിന്തിച്ചുകൊണ്ടായിരിക്കും പല ആളുകളും യുദ്ധം വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് യുദ്ധം കൊതിയന്മാരായിട്ടുള്ള ആളുകളെ വിമർശിച്ചത്. അല്ലാതെ അതെ അവരൊന്നും രാജ്യദ്രോഹികളായതിനെ കൊണ്ടായിരിക്കില്ല. അപ്പൊ ആകാശിനെ പോലുള്ള യുദ്ധക്കൊതിയന്മാരോട് എനിക്ക് പറയാനുള്ളത്, ഇന്ത്യയും പാക്കും രണ്ടും ന്യൂക്ലിയർ ശക്തിയാണ്. ഇന്ത്യ എന്തായാലും ഫസ്റ്റ് യൂസ് ചെയ്യില്ല. എന്തെങ്കിലും ഒരു സാഹചര്യത്തിൽ പാകിസ്ഥാൻ ഫസ്റ്റ് അനുഭവം പെട്ട് ഇന്ത്യ തിരിച്ചിട്ട് കഴിഞ്ഞാൽ കോടിക്കണക്കിന് ആൾക്കാർ മരിക്കില്ല. അതൊക്കെ ചിന്തിച്ചുകൊണ്ടായിരിക്കും യുദ്ധം വേണ്ട എന്ന് അവർ പറഞ്ഞത്. അവര് രാജ്യദ്രോഹികളല്ല, മനസ്സിലാക്കണേ ചാണകമേ. ഈ ആൾക്കാരെല്ലാവരും തന്നെ ഇന്ത്യ ഈ ഒരു സമയത്ത് യുദ്ധത്തിന് പോകരുത്, പാകിസ്ഥാൻ എന്ന് പറയുന്ന രാജ്യത്തിനെ ആക്രമിക്കരുത്, യുദ്ധം ഒന്നിനും ഒരു പരിഹാരമല്ല, നമ്മുടെ രാജ്യം യുദ്ധം ചെയ്യരുത് എന്ന് പറയുന്ന ആളുകൾ പറയുന്നതിൽ തെറ്റുണ്ടോ? എനിക്കങ്ങനെ തോന്നുന്നില്ല. നിങ്ങൾക്കും അങ്ങനെ തോന്നാൻ സാധ്യതയില്ല. കാരണം നമ്മൾ എക്കണോമിക്കലി ഭയങ്കരമായിട്ട് തകർന്നടിഞ്ഞു പോകും. അപ്പൊ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ കയറി വരുന്നുണ്ട് ഇന്ത്യ. ഇതിപ്പോ യുദ്ധത്തിന് പോയി കഴിഞ്ഞാൽ അപ്പാട് വട്ടപൂജം പോലെ ആയി പോകും. അതുകൊണ്ട് അതിനെക്കുറിച്ച് ഓർത്ത് വേണമെങ്കിൽ നിങ്ങൾക്ക് ദുഃഖിക്കാം, നിങ്ങൾക്ക് ആകുലപ്പെടാം, നിങ്ങൾക്ക് ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇടാം. പക്ഷേ യുദ്ധക്കൊതിയന്മാർ എന്ന് നമ്മളെ ആരും നിങ്ങൾ വിളിക്കരുത്. അതാണ് വിളിക്കുക. തമാശ പറഞ്ഞല്ലേ? ആകാശിനെ പോലുള്ള ആളുകളെ യുദ്ധക്കൊതിയന്മാർ എന്ന് തന്നെ വിളിക്കും. തമാശ പറഞ്ഞല്ല. ഇവനൊക്കെ ഇടുന്ന പോസ്റ്റൊക്കെ ചില സമയം കണ്ടു കഴിഞ്ഞാൽ ഇവിടെയുള്ള മുസ്ലിംസിനെ മുഴുവനായിട്ട് ആക്ഷേപിക്കുന്നതിന് തുല്യമായിട്ട് ആണ് ഇവന് ചില സമയത്തൊക്കെ പോസ്റ്റ് ഇടാറ്. പക്ഷേ പാകിസ്ഥാനെതിരെ നീ ഇടുന്ന പോസ്റ്റിനൊന്നും നിങ്ങളെ ഞങ്ങൾ കുറ്റം പറയില്ല. പക്ഷേ ഇവിടെയുള്ള മുസ്ലിംസിനെ ആക്രമിക്കാൻ വേണ്ടിയിട്ടാണ് നിന്നെ പോലെയുള്ള തീട്ടസംഖികൾ ശ്രമിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും നിന്നെ പോലെയുള്ള ആകാശ മക്കളെ ഉണ്ടല്ലോ പറിച്ച് അടക്കാൻ പറ്റുമ്പോൾ കയറ്റും. തമാശ പറയുന്നില്ല. എന്തായാലും ഉണ്ണിയെങ്ങ് വിളിക്കേ. ഹലോ. ഹലോ. ഞാൻ കാണുമ്പോൾ തന്നെ എനിക്ക് ചില സമയത്ത് ചിരി വരും. കാരണം ഒരു സംഖ്യ ലുക്ക് വല്ലാത്തൊരു ലുക്കാണ്. എന്തായാലും പറ. നമ്മൾ കണ്ടു കുറച്ച് ദിവസമായിട്ട് കാണുന്ന പേരുകളൊക്കെ നമ്മൾ കണ്ടതല്ലേ. അങ്ങനെ നമ്മൾ ഹിന്ദുക്കളെല്ലാവരും രാജ്യസ്നേഹികളാണ് എന്ന് പറയാനൊന്നും പറ്റില്ല. ഇപ്പൊ പറഞ്ഞുകൊണ്ട് വന്നത് CPM മാർക്കിട്ട് താങ്ങിക്കൊണ്ടുള്ള ഒരു വാക്കാണ്. അതായത് ഹിന്ദുക്കളുണ്ടല്ലോ CPM-ൽ കുറച്ച് കൂടുതൽ. അതുകൊണ്ട് തന്നെ അവരൊന്നും രാജ്യസ്നേഹികളായിട്ട് ഞങ്ങൾ കണക്ക് കൂട്ടുന്നില്ല എന്നാണ് നമ്മുടെ ചാണക സംഖ്യേട്ടൻ പറഞ്ഞുകൊണ്ട് വന്നത്. അങ്ങനെയൊന്നല്ല. ഏതൊരു മതത്തിലുള്ള വിശ്വാസിയാണെങ്കിലും രാജ്യസ്നേഹം അവന്റെ മനസ്സിലുണ്ടാവും. ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം ചെയ്യുമ്പോൾ മറ്റു രാജ്യങ്ങളാരും പാകിസ്ഥാനെ സപ്പോർട്ട് ചെയ്യുന്നില്ല. പക്ഷേ ഇന്ത്യക്ക് അകത്തിരുന്നു കൊണ്ട് ചില തമ്മാടികൾ, ഇപ്പോൾ സ്വരാജ് എന്ന് പറയുന്ന ആൾ ഇസ്ലാം അല്ലല്ലോ, ഹിന്ദു അല്ലേ. അപ്പോൾ ഈ സ്വരാജ് എന്ന് പറയുന്ന ആൾ ഇസ്ലാം അല്ലല്ലോ, ഹിന്ദു അല്ലേ.
അവൻ പറഞ്ഞതാണ് യുദ്ധം ചെയ്യാൻ പാടില്ല എന്നാ പറഞ്ഞത്. അപ്പോ ആരെങ്കിലും യുദ്ധം ചെയ്യരുത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവര് തമ്മാടിയാവും, അവര് രാജ്യദ്രോഹിയാവും എന്നാണ് നമ്മുടെ കാളിമയുടെ ഉണ്ണി പറഞ്ഞുകൊണ്ട് വന്നത്. ഉണ്ണിയോ നിന്നോട് എനിക്ക് ചോദിക്കാനുള്ളത്, ആരെങ്കിലും യുദ്ധം ചെയ്യണ്ട എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് രാജ്യസ്നേഹം കൂടുതലാണെന്ന് മാത്രമേ ചിന്തിക്കാൻ പാടുള്ളൂ. കാരണം നമ്മുടെ രാജ്യത്തിന്റെ എക്കണോമി താഴോട്ട് പോകും. രാജ്യത്തിന്റെ എക്കണോമി താഴോട്ട് പോകുമെന്ന് പറഞ്ഞത് ഞാനല്ല, അത് ഒരു ശാസ്ത്രമാണ്, അതങ്ങനെയാണ്. ഏതെങ്കിലും ഒരു രാജ്യം മറ്റൊരു രാജ്യമായിട്ട് യുദ്ധം ചെയ്തിട്ടുണ്ടെങ്കിൽ ആ രാജ്യത്തിന്റെ എക്കണോമി താഴോട്ട് പോകും. അതുകൊണ്ട് തന്നെ ആയിരിക്കണം എം സ്വരാജിനെ പോലുള്ള ആളുകൾ യുദ്ധം ചെയ്യരുത് എന്ന് പറഞ്ഞത്. അല്ലാതെ രാജ്യദ്രോഹി ഒന്നും ആയതിനെ കൊണ്ടായിരിക്കില്ല. അങ്ങനെയൊന്നും പറയല്ലേ സംഘി. ഇതുപോലുള്ള ആളുകൾ നമ്മൾ പലപ്പോഴും പറയാണ്ട് രാജ്യദ്രോഹികളായിട്ടുള്ള ഒരു മുസ്ലിങ്ങളാണ്. രാജ്യദ്രോഹികളായിട്ടുള്ള ആളുകൾ മുസ്ലിംസ് ആണെന്ന് നീ പറയുന്നത് കേട്ടത് ശാഖ വാട്സപ്പ് യൂണിവേഴ്സിറ്റിയിൽ വരുന്ന ഓരോ ന്യൂസ് കേട്ടിട്ടായിരിക്കും. നിനക്ക് അത് ചിന്തിക്കാനുള്ള കഴിവില്ലായിട്ടാണ്. ഇവിടെയുള്ള മുസ്ലിംസ് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ രാജ്യസ്നേഹമുള്ള ആൾക്കാരാണ്. പോയിന്റ് ശതമാനം 1% ചിലപ്പോൾ ഉണ്ടാവുമായിരിക്കും, പൂർണ്ണമായിട്ടില്ല എന്ന് പറയുന്നില്ല. മുസ്ലിംസ് എല്ലാവരും രാജ്യദ്രോഹികളല്ല. എന്തായാലും നമ്മുടെ പ്രഹരമൊന്നും താങ്ങാനുള്ള ശേഷിയൊന്നും ഇന്ന് പാകിസ്ഥാനില്ല, നാളെ ഉണ്ടാവുമെന്ന് അറിയില്ല, ഇന്നില്ല. അപ്പോൾ പാകിസ്ഥാനെയും നമ്മൾ ഒതുക്കണം, സ്വന്തം രാജ്യത്ത് ഇരിക്കുന്ന രാജ്യദ്രോഹികളായിട്ടുള്ള ജാതി മതഭേദമന്യുള്ള തെണ്ടികളെയും നമ്മൾ ഒതുക്കണം. അതത്രേ ഉള്ളൂ. നമ്മുടെ രാജ്യത്തിനോടൊന്നും കളിക്കാൻ പാകിസ്ഥാന് പറ്റൂല. അത് 100% ഗ്യാരണ്ടി ഉള്ള സംഭവം തന്നെയാണ്. പിന്നെ അതേപോലെ തന്നെ വേറെന്തെങ്കിലും പറഞ്ഞല്ലോ, രാജ്യദ്രോഹികളെ ഒതുക്കണം. രാജ്യദ്രോഹികളെ ഒതുക്കാൻ നിന്ന് കഴിഞ്ഞാൽ നിങ്ങളുടെ കൂട്ടത്തിലുള്ള പല ആളുകളും ഇപ്പോൾ ഇവിടെ ഉണ്ടാവില്ല. കൂടുതലായിട്ടുള്ളത് നിങ്ങളുടെ കൂട്ടത്തിലല്ലേ. അപ്പോൾ ഇതിൽ നല്ല ഇവിടെ നമുക്ക് വീണ്ടും കാണാം. ബൈ ബൈ.